നമസ്കാരം, സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ് കേരളത്തിന്റെ പുതിയ സർക്കാർ. മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള 21-അംഗ മന്ത്രിസഭ സെക്രട്ടേറിയറ്റിന് സമീപത്തെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. വന്ദേ മാതരവും തുടർന്ന് ജനഗണമനയും ആലപിച്ചുകൊണ്ടാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് തുടക്കമായത്. ഗവർണർ രാജേന്ദ്ര ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിച്ച പി.കെ. കുഞ്ഞാലിക്കുട്ടി മന്ത്രിസഭയിൽ രണ്ടാമതായി ദൈവനാമത്തിലും സൃഷ്ടാവിന്റെ നാമത്തിലും സത്യപ്രതിജ്ഞ ചെയ്തു. മൂന്നാമതായി രമേശ് ചെന്നിത്തലയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. തുടർന്ന് സണ്ണി ജോസഫ്, കെ. മുരളീധരൻ, മോൻസ് ജോസഫ്, ഷിബു ബേബി ജോൺ, അനൂപ് ജേക്കബ്, സി.പി. ജോൺ, എ.പി. അനിൽകുമാർ, എൻ. ഷംസുദ്ദീൻ, പി.സി. വിഷ്ണുനാഥ്, റോജി എം. ജോൺ, ബിന്ദു കൃഷ്ണ, എം. ലിജു, കെ.എം. ഷാജി, പി.കെ. ബഷീർ, വി.ഇ. അബ്ദുൽ ഗഫൂർ, ടി. സിദ്ദിഖ്, കെ.എ. തുളസി, ഒ.ജെ. ജനീഷ് എന്നിവരും സത്യപ്രതിജ്ഞ ചെയ്തു. മുതിർന്ന നേതാക്കളായ മല്ലികാർജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബഗേൽ, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സഖീന്ദർ സിംഗ് സുഖു, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയവർ ചടങ്ങിനെത്തി. സ്റ്റേഡിയത്തിനകത്തും പുറത്തും വൻ ജനക്കൂട്ടമാണ് ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനെത്തിയത്. ഞാൻ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യും. UDF സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് UDF കടവല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുമ്പിലാവിൽ വിജയാഘോഷം സംഘടിപ്പിച്ചു. പട്ടാമ്പി റോഡിലെ AP ആർക്കേഡിന് മുന്നിൽ നിന്നും ആരംഭിച്ച വിജയാഘോഷ പരിപാടി അക്കിക്കാവ് ജംഗ്ഷൻ വഴി പെരുമ്പിലാവ് സെന്ററിൽ സമാപിച്ചു. UDF നേതാക്കളായ ദേവദാസ്, നാസർ കടവല്ലൂർ, ഫൈസൽ കാഞ്ഞിരപ്പള്ളി, ഉസ്മാൻ കല്ലാട്ടയിൽ, റസാഖ് കരിക്കാട്, റസാഖ് മണിയറക്കോട്, അബ്ദു പുത്തൻകുളം, ജമാൽ കോട്ടൂൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. വടക്കാഞ്ചേരി നഗരസഭ 40-ാം ഡിവിഷനിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഡിവിഷൻ കൗൺസിലർ പി. തുളസി നേതൃത്വം നൽകി. പ്രവർത്തനങ്ങളുടെ ഭാഗമായി മുണ്ടത്തിക്കോട്, പാതിരിക്കോട്ടുകാവ് അമ്പലനട, NSS ഹയർ സെക്കൻഡറി സ്കൂൾ, DVLP സ്കൂൾ പ്രദേശത്തെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റും നീക്കം ചെയ്തു. യുവജന ക്ലബ് അംഗങ്ങളും കുടുംബശ്രീ അംഗങ്ങളും നാട്ടുകാരും പ്രവർത്തനത്തിന്റെ ഭാഗമായി. ശുചീകരണ പ്രവർത്തനങ്ങളിൽ മുഴുവൻ നാട്ടുകാരും പങ്കാളികളാകണമെന്ന് കൗൺസിലർ പി. തുളസി അഭിപ്രായപ്പെട്ടു. പഴഞ്ഞി അരുവായ് ചിറവരമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൊതുയോഗം നടത്തി. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ വരവ് ചെലവ് പ്രവർത്തന റിപ്പോർട്ടും പാസാക്കി. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് KG ഗിരീഷ്, സെക്രട്ടറി PK രാധാകൃഷ്ണൻ, ഖജാൻജി K കേശവനെയും 17-അംഗ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. ചർമ്മം പെലക്കാട്ടുപയ്യൂർ ചെറുവത്തൂർ പരേതനായ ചേറുകുട്ടി മകൻ തമ്പി നിര്യാതനായി 68 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് അടുപ്പുട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടക്കും. മിനി ഭാര്യയാണ്. അരുൺ, ക്രിസ്റ്റി എന്നിവർ മക്കളാണ്. പഴഞ്ഞി മേലെപ്പട്ടിത്തടം അയ്യൻകുളങ്ങര വീട്ടിൽ പരേതനായ ജോബിന്റെ ഭാര്യ താണ്ടക്കുട്ടി നിര്യാതയായി 82 വയസ്സായിരുന്നു. സംസ്കാരം പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടത്തി. സില്ല, ബീന, ഷാനി, പ്രീതി, ജ്യോതി, പരേതനായ ജോയ്മോൻ എന്നിവർ മക്കളാണ്. ഇതോടെ സ്പോർട് ന്യൂസ് സമാപിക്കുന്നു.